ഓക്കെ. എൻ്റെ പേര് ആതിര സുരേഷ് എന്നാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് ആണ്. ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സിൽ മെയിൻ ആയിട്ട് വരുന്നത് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിന്റെ ഡിസൈൻ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റീലും ടിമ്പറിന്റെ ജസ്റ്റ് മെയിൻ പോയിന്റ്സ് മാത്രം, സ്റ്റീലിന്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും, പിന്നെ മെയിൻ ആയിട്ട് RCC ഡിസൈൻ ആണ് നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം വരാം, PSC ചോദിച്ചു കണ്ടിരിക്കുന്നത്. അപ്പൊ ഡിസൈൻ ഓഫ് സ്ട്രക്ചറിൽ ആദ്യമേ തന്നെ നമുക്ക് RCCയിലേക്ക് പോകാം. RCCയിൽ വരുന്നത് ആദ്യമേ തന്നെ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ, അല്ലെങ്കിൽ ആ RCC മേക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ RCC മെയിൻ ആയിട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുക? കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ വെച്ചിട്ട് അല്ലെ. അപ്പൊ കോൺക്രീറ്റിന്റെയും സ്റ്റീലിന്റെയും പ്രോപ്പർട്ടീസ് നമുക്ക് ആദ്യമേ തന്നെ നോക്കണം. അതിൽ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് എടുക്കുകയാണെങ്കിൽ, ഒരു കോൺക്രീറ്റ് മെയിൻ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് എന്തൊക്കെ വെച്ചിട്ടായിരിക്കും? സിമെന്റും, കോഴ്സ് അഗ്രിഗേറ്റും, ഫൈൻ അഗ്രിഗേറ്റ് ആൻഡ് വാട്ടർ. ഇതിനെ പ്രോപ്പർ മിക്സിങ്ങിലാണ് നമുക്ക് പ്രോപ്പർട്ടി എന്താ പറയുക, നല്ലൊരു കോൺക്രീറ്റ് കിട്ടുക അല്ലെ. അപ്പൊ ഈ കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസിൽ വരുന്നത് തന്നെയാണ് സിമെന്റിന്റെ പ്രോപ്പർട്ടി, കോഴ്സ് അഗ്രിഗേറ്റിന്റെ പ്രോപ്പർട്ടി, ഫൈൻ അഗ്രിഗേറ്റ്, വാട്ടറിന്റെ ഒക്കെ. അപ്പൊ അത് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് കോൺക്രീറ്റ് ടെക്നോളജിയിൽ നിങ്ങളുടെ സിമെന്റ്, കോഴ്സ് അഗ്രിഗേറ്റ് ഓരോന്നിന്റെ ഓരോ പ്രോപ്പർട്ടീസും, അതുപോലെ തന്നെ അതിന്റെ എന്താ പറയാ ടെസ്റ്റിംഗ്, ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്താണ് ടെസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ റിസൾട്ട് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ കോൺക്രീറ്റ് ടെക്നോളജി പഠിക്കുന്നുണ്ട്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് എടുക്കേണ്ടത് കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. ഒരു കോൺക്രീറ്റിനെ നമ്മൾ എപ്പോഴും ഗ്രേഡ് വെച്ചിട്ടായിരിക്കും അറിയാം. അതായത് നമ്മൾ പറയുന്നത് എങ്ങനെയായിരിക്കും? M15 കോൺക്രീറ്റ് അല്ലെങ്കിൽ M20 കോൺക്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഒരു കോൺക്രീറ്റിനെ ഡെസിഗ്നേറ്റ് ചെയ്യാം. അതിലെ M എന്ന് ഉദ്ദേശിക്കുന്നത് ആ കോൺക്രീറ്റ് മിക്സിനെ ആയിരിക്കും. ആൻഡ് ആ നമ്പർ, അതായത് 15, 20, 30 എന്നൊക്കെ പറയുന്നത് അതിന്റെ കംപ്രസീവ് സ്ട്രെങ്തിനെയാണ് നമ്മൾ പറയുക. അപ്പൊ M എന്ന് പറയുന്നത് മിക്സും, 20 എന്ന് പറയുന്നത് അതിന്റെ കംപ്രസീവ് സ്ട്രെങ്തും. കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? FCK ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. 150 mm സൈസ് ഉള്ള ക്യൂബിനെ 28 ഡേ ക്യൂറിംഗ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ച് കംപ്രസീവ് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യും. ആ വാല്യൂ ആണ് നമ്മുടെ കോൺക്രീറ്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ നമുക്ക് ടോട്ടലായിട്ട് പറയാം, കോൺക്രീറ്റിനെ മെയിൻ ആയിട്ട് അറിയപ്പെടുന്നത് അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് അനുസരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ, അല്ല ഗ്രേഡിനെ പറയുന്നത് കംപ്രസീവ് സ്ട്രെങ്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ കോൺക്രീറ്റിന്റെ ഗ്രേഡ് പറയപ്പെടുന്നത്. ഇനി അപ്പോൾ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? M15 അല്ലെങ്കിൽ M20 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. സോ അതിന്റെ M റെഫർ ടു ദ കോൺക്രീറ്റ് മിക്സ് ആൻഡ് 15, 20 എന്നൊക്കെ പറയുന്നത് അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആയിട്ട്. പണ്ടത്തെ PSCയിൽ ചോദിക്കുമായിരുന്നു വാട്ട് ഈസ് M അല്ലെങ്കിൽ വാട്ട് ഈസ് 50 എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പൊ അത് വീണ്ടും കൂടുതൽ റിപ്പീറ്റഡ് ആയതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ചോദിക്കാറില്ല. ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ടൈപ്പ് ഗ്രേഡ് എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. നമ്മൾ സാധാരണ എന്താ പറയുക കൺസ്ട്രക്ഷനിലെ M20 അല്ലെങ്കിൽ M25 കൺസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഗ്രേഡ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. ഹയർ ഗ്രേഡ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സിവിയർ എൻവയോൺമെന്റ്സിലും അല്ലെങ്കിൽ ഹൈ സ്ട്രക്ചർ ബിൽഡിങ്സിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. സോ ഇനി ഗ്രേഡിൽ ഇനി നമ്മൾ PSCയിൽ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ, വാട്ട് ഈസ് എ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. ഓരോ സ്ഥലത്ത് യൂസ് ചെയ്യുന്ന മിനിമം ഗ്രേഡ് ഒക്കെയാണ് ചോദിക്കുക. ഒരു നോർമൽ RCC വർക്കിന് മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് M20 ആയിരിക്കും. M20ക്ക് താഴെയുള്ളതെല്ലാം നമ്മൾ ജസ്റ്റ് പ്ലെയിൻ കോൺക്രീറ്റ് വർക്ക്, അതായത് എന്താ പറയാ സിമ്പിൾ ഫൗണ്ടേഷൻ ആയിട്ട്, അതായത് ജസ്റ്റ് ഒരു തറകെട്ട്, അങ്ങനെ എന്താ തറകെട്ടാന്ന് ഉദ്ദേശിക്കുന്നത്, ഒരു താഴെ ജസ്റ്റ് ഒരു കോൺക്രീറ്റ് ചെയ്യാം എന്നുള്ള, അതായത് അധികം സ്ട്രെങ്ത് വേണ്ടാത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് M20 താഴെയുള്ള കോൺക്രീറ്റ് മെയിൻ ഒരു ലീൻ കോൺക്രീറ്റിനോ അല്ലെങ്കിൽ സിമ്പിൾ ഫൗണ്ടേഷനോ മെസൻട്രി വാൾസിനോ, അല്ലെങ്കിൽ അത് അങ്ങനത്തെ സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് M20 ടർസി വർക്ക് എന്ന് പറയുന്നത്. M20 ആണ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. യൂസ് ചെയ്യുന്ന മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോഴും ഇതും റിപ്പീറ്റഡ് ആയിട്ടുള്ള എന്താണ്, മറൈൻ സ്ട്രക്ചേഴ്സ് എന്താണ്, പ്രീ സ്ട്രെസ്ഡ് വർക്ക് എന്താണ്, ഇങ്ങനെയാണ് ഇപ്പൊ ചോദിക്കാറ്. അതിന് മുമ്പ് അതിലേക്ക് പോകുന്നതിന് മുമ്പ് കോൺക്രീറ്റിനെ നമ്മൾ ഈ ഗ്രേഡിനനുസരിച്ച് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓർഡിനറി കോൺക്രീറ്റ്, സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ്, ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. ഓർഡിനറി കോൺക്രീറ്റ് എന്ന് പറയുന്നത് മിക്സ് M10 to M20 വരെയുള്ള മിക്സുകളെയാണ് നമ്മൾ ഓർഡിനറി കോൺക്രീറ്റ് എന്ന് പറയാം. M25 to M55 നമ്മൾ സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് എന്ന് പറയും. M60 to M80 നമ്മൾ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്ന് പറയും. ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ M10, 15, 20 എന്ന് പറയുന്നത് ഓർഡിനറി കോൺക്രീറ്റ് ആയിരിക്കും. അത് സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് തൊട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, എന്താ പറയാ RCC വർക്കിന് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ M20 ആയിരിക്കണം മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് യൂസ്ഡ് ഫോർ RCC വർക്ക്. സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് M25 ഉം 55 ഇടയ്ക്കുള്ള എല്ലാ സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് എന്ന് പറയും. M60 എബോ അല്ലെങ്കിൽ
ദെൻ ഞാൻ പറഞ്ഞ പോലെ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ RCC വർക്കിന് എത്രയാണ് 20, പോസ്റ്റ് ടെൻഷനിങ് വർക്കിന് M35, പ്രീ ടെൻഷന്റെ പ്രീ സ്ട്രെസ്ഡ് വർക്ക് M40. ഇപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വാട്ട് ഇസ് ദ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് യൂസ്ഡ് ഫോർ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് മാത്രമാണെങ്കിൽ നമ്മൾ M35 എന്ന് പറയും. പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൽ പോസ്റ്റ് ടെൻഷനിങ് വർക്ക് ആണെങ്കിൽ M35ഉം പ്രീ ടെൻഷന്റെ വർക്ക് ആണെങ്കിൽ അത് M40 ആയിരിക്കണം മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ ഈ മിനിമം ഗ്രേഡ് മെയിൻ ആയിട്ട് ഒരു യൂസസ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഈ ടേബിൾ ഒന്ന് മാക്സിമം നോക്കിയിട്ട് പോകാൻ നോക്കുക. അതായത് M5 ആണെങ്കിൽ അതിന്റെ പ്രൊപ്പോർഷൻ ഓഫ് കോൺക്രീറ്റ് അത് നോക്കുക. M5 തൊട്ട് M25 വരെ നമുക്ക് നോമിനൽ മിക്സ് ആണ്. അതായത് അതിന്റെ റേഷ്യോ ഓൾറെഡി നമുക്ക് കൂടുതൽ അവൈലബിൾ ആണ്. 5ന് 1:5:10, M7.5ന് 1:4:8, M10ന് 1:3:6, M15ന് 1:2:4, M20ക്ക് 1:1.5:3, M25ന് 1:1:2. ഇത് പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന്റെ ടേബിൾ അങ്ങ് പഠിച്ചേക്കുക. അതായത് M5, 7.5, 10, 15, 20, 25. ഇനി പ്രൊപ്പോർഷൻ ഓഫ് കോൺക്രീറ്റ് നോക്കിയാൽ 1, 5, 10. 1, 5, 5ന്റെ ഇരട്ടി എത്രയാണ്? 10 ആയിരിക്കും അവിടെ മിക്സ്. ദെൻ അടുത്ത് വരുമ്പോൾ 5നേക്കാൾ ഒന്ന് കുറയ്ക്കുക. 1:4:8. 4ന്റെ ഡബിൾ 8 വരും. ദെൻ 4ൽ നിന്ന് വീണ്ടും ഒന്ന് കുറയ്ക്കുക. 1:3:6. 3യുടെ ഡബിൾ 6 വരും. വീണ്ടും ഒന്ന് കുറയ്ക്കുക. 1:2:4. ദെൻ ഒന്നല്ല, ദെൻ അടുത്ത് വരുമ്പോൾ 1:1.5:3. അതിന്റെ ഇടയ്ക്ക് അതായത് M25നും 15നും ഇടയ്ക്ക് ഒരു ഇതുണ്ടെന്ന് ഓർത്താൽ മതി. 1:1.5:3. M25 വരുമ്പോൾ 1:1:2. അപ്പൊ എങ്ങനെ പോയാലും തേർഡ് വാല്യൂ ആ കോഴ്സ് അഗ്രിഗേറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ഇൻറ്റു ഡബിൾ ആയിരിക്കും. ഇപ്പൊ 1:5 അതിന്റെ ഡബിൾ എടുക്കാം. 1:4:8, 1:3:6, 1:2:4, 1:1.5:3 ആൻഡ് 1:1:2. അപ്പൊ ഇത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. M10ന്റെ റേഷ്യോ മെയിൻ ആയിട്ട് ചോദിക്കാം 1:3:6 ഏത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും, അതായത് ഏതെങ്കിലും റേഷ്യോ തന്നിട്ട് അത് ഏത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് വേണ്ടിയാണ്, അല്ലെ ഏത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ് അത് ഡിനോട്ട് ചെയ്യണമെന്നാണ് ചോദിക്കാറ്. ചിലപ്പോൾ ചോദിക്കുന്നത് യൂസസ് ചോദിക്കും. അതായത് മാസ് കോൺക്രീറ്റ് വർക്കിന് അല്ലെങ്കിൽ സ്ട്രോങ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താ പറയുക പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് വർക്ക് യൂസ് ചെയ്യേണ്ടത് ഏതാണ്, അങ്ങനെ, അല്ലെങ്കിൽ വാട്ടർ റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സിന് വേണ്ടി യൂസ് ചെയ്യേണ്ട ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഏതാണെന്ന് ചോദിക്കും. ഒരു തവണ ചോദിച്ചു കണ്ടേക്കുന്നതാണ് വാട്ടർ റീറ്റെയിനിങ് സ്ട്രക്ചറിന് വേണ്ടി യൂസ് ചെയ്യേണ്ട ഗ്രേഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് M25, M10 എന്നല്ലായിരുന്നു ഓപ്ഷനിൽ, ഈ റേഷ്യോസ് ആയിരുന്നു ചോദിച്ചേക്കുന്നത്. 1:1:2 ആണോ, 1:3:6 ആണോ, അങ്ങനെയുള്ള റേഷ്യോസ് ആയിരുന്നു ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റും അതിന്റെ പ്രൊപ്പോർഷനും പഠിച്ചു വെച്ചേക്കുക. ഏതാണ് ചോദിക്കണേന്ന് അറിയാൻ പാടില്ല. M30 ഉൾപ്പെടെ അങ്ങോട്ടേക്ക് ഡിസൈൻ മിക്സസ് ആയിരിക്കും. അപ്പം യൂസസും ഗ്രേഡ് ഓഫ് ക്വാണ്ടിറ്റിയും പ്രൊപ്പോർഷൻ ഓഫ് ക്വാണ്ടിറ്റിയും മാക്സിമം എല്ലാം പഠിച്ചു നോക്കുക. പഠിക്കാനുള്ള രീതിയും നോക്കുക. ഇനി വേറൊരു രീതിയിൽ ചോദിക്കണേ, ഇത് ഒരു രീതി. വേറൊരു രീതിയിൽ ചോദിക്കുന്നത് ഗ്രേഡ് ഓഫ് ക്വാണ്ടിറ്റി മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത് ഈ എക്സ്പോഷർ കണ്ടീഷൻ ആണ്. IS കോഡ് മെയിൻ ആയിട്ട് 5 എക്സ്പോഷർ കണ്ടീഷൻസ് ആണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, വെരി സിവിയർ ആൻഡ് എക്സ്ട്രീം. അതായത് മൈൽഡ് എൻവയോൺമെന്റൽ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് സർഫസ് പ്രൊട്ടക്റ്റഡ് അഗൈൻസ്റ്റ് വെദർ ഓർ അഗ്രസീവ് കണ്ടീഷൻ എക്സെപ്റ്റ് ദോസ് സിറ്റുവേറ്റഡ് ഇൻ കോസ്റ്റൽ ഏരിയാസ്. അതായത് ഇത് ഓരോ എക്സ്പോഷർ കണ്ടീഷൻസ് പറഞ്ഞേക്കുന്നത്. കോൺക്രീറ്റ് സർഫസ് എങ്ങനെ, അതായത് ആ ബിൽഡിംഗ് എന്തിനോട് അവിടുത്തെ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്. ഇത് നമ്മൾ ശരിക്കും വായിച്ച് പഠിച്ചിട്ടേ വേറെ നിവൃത്തിയില്ല. കാരണം ഇപ്പോൾ PSCക്ക് കൂടുതൽ ചോദിക്കുന്നത് ഈ എക്സ്പോഷർ കണ്ടീഷൻസ് ആണ് ചോദിക്കുക. എക്സ്പോഷർ കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഏതാണെന്നാണ് ചോദിക്കുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഒരു എക്സാമിന് ചോദിച്ചേക്കുന്നതാണ് ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് കണ്ടീഷനിൽ യൂസ് ചെയ്യുന്ന വാട്ടർ റീറ്റെയിനിങ് സ്ട്രക്ചറിന് യൂസ് ചെയ്യേണ്ട ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഏതെന്നായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സ്പോഷർ കണ്ടീഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. താഴത്തെ രണ്ടും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈൽഡ് എൻവയോൺമെന്റ് കണ്ടീഷൻ ആയിരിക്കില്ല. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is protected against weather or aggressive condition except those situated in coastal areas. അപ്പൊ മൈൽഡ് അല്ല, നമ്മുടെ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് കണ്ടീഷൻ എന്നുള്ളതായിരുന്നു. അപ്പൊ സെക്കൻഡ് നോക്കുക, കോൺക്രീറ്റ് സർഫസ് ഷെൽട്ടർഡ് ഫ്രം സിവിയർ റെയിൻ ഓർ ഫ്രീസിംഗ് wet or concrete exposed to condensation and rain continuously under water, concrete in contact of buried under, അങ്ങനെയൊന്നുമില്ല. അപ്പൊ മോഡറേറ്റും അല്ല. ദെൻ അടുത്ത ഏതാണ്, concrete surface exposed to severe rain, alternate wetting and drying or occasional freezing. അപ്പൊ നമുക്ക് ഉത്തരം അതിനകത്ത് സിവിയർ എൻവയോൺമെന്റൽ കണ്ടീഷനിൽ യൂസ് ചെയ്യേണ്ട ഗ്രേഡ് ഏതാണോ അതായിരുന്നു നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇതനുസരിച്ച് നോക്കി എക്സ്പോഷർ കണ്ടീഷൻ അനുസരിച്ച് മിനിമം ഗ്രേഡ് ഓഫ് ക്വാണ്ടിറ്റി നമുക്ക് IS കോഡ് കൊടുത്തേക്കുന്ന ടേബിൾ ആണിത്. അപ്പൊ ഇതിനനുസരിച്ചായിരിക്കും നമ്മൾ പറയാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റനിൽ ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് ആയിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്.
അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ എക്സ്പോഷർ കണ്ടീഷൻ സിവിയർ ആയിരുന്നു. അപ്പൊ സിവിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് M30. സോ M30 ആയിരുന്നു അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. സോ അപ്പൊ ഈ എക്സ്പോഷർ കണ്ടീഷൻ, ഈ 5 കാര്യങ്ങളും എന്ന് പറയുന്നത് പഠിച്ചിട്ട് പോവുക. അപ്പൊ മെയിൻ ആയിട്ട് 5 എക്സ്പോഷർ കണ്ടീഷൻസ് ആണുള്ളത്. ആ എക്സ്പോഷർ കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് നോക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ടേബിളിൽ ഉള്ളതാണ് മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്, മിനിമം സിമന്റ് കണ്ടന്റ്, മിനിമം ക്ലിയർ കവർ ആൻഡ് മാക്സിമം വാട്ടർ സിമന്റ് റേഷ്യോ. ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. സോ ഈ ടേബിൾ എന്ന് പറയുന്നത് നോക്കിയിട്ട് പോകേണ്ടതാണ്. ഏത് എക്സ്പോഷർ കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് വാല്യൂ വേണമെങ്കിലും നമ്മളോട് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ PSC ചോദിച്ച് കണ്ടേക്കുന്ന കണ്ടീഷൻ നമ്മളോട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല ചോദിക്കാറ്. ഓരോ എക്സ്പോഷർ കണ്ടീഷൻ ചോദിച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോക്കിയിട്ട് പോവാ. അതുപോലെ നോക്കുക, ഇതാണ് IS കോഡ് ടേബിൾ 5 IS കോഡ് കൊടുത്തേക്കുന്നത്. ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ RCCയുടെ മാത്രമേ ടേബിൾ ആക്കിയിട്ടുള്ളൂ. ഇവിടെ നമ്മുടെ പ്ലെയിൻ കോൺക്രീറ്റിന്റെ കാര്യങ്ങളും കൂടെ നോക്കിയിട്ടുണ്ട്. പ്ലെയിൻ കോൺക്രീറ്റിലും മിനിമം സിമന്റ് കണ്ടന്റ് എത്രയാണ്, മാക്സിമം ഫ്രീ വാട്ടർ സിമന്റ് റേഷ്യോ, മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്, അതുപോലെ തന്നെ RCCക്ക് 2 ടേബിൾ ആണ് അവിടെ കോഡിൽ കൊടുത്തേക്കുക. അപ്പോൾ രണ്ടും നോക്കിയിട്ട് പോവാം. സോ ഇതാണ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനെ കുറിച്ച് മെയിൻ ആയിട്ട് ഇത്രയാണുള്ളത്. ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഗ്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് M15 അല്ലെങ്കിൽ M20 എന്ന് അനുസരിച്ചിട്ടായിരിക്കും. അതായത് M ഉദ്ദേശിക്കുന്ന മിക്സും നമ്പർ ഉദ്ദേശിക്കുന്ന അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത്തിലും ആയിരിക്കും. അവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഗ്രേഡ് ഓഫ് പല ഗ്രേഡ്, നമുക്ക് നോമിനൽ മിക്സും ഉണ്ട്, ഡിസൈൻ മിക്സും ഉണ്ട്. അപ്പൊ നോമിനൽ മിക്സിന്റെ എല്ലാ ഗ്രേഡിന്റെയും പ്രൊപ്പോർഷനും പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഓരോന്ന് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, പ്രീ സ്ട്രെസ്ഡ് വർക്കിന് ഏതാണ് യൂസ് ചെയ്യേണ്ടത്, RCC വർക്കിന്റെ മിനിമം ഗ്രേഡ് എത്രയാണ്, അതുപോലെ പറഞ്ഞു കുറെ 5 എക്സ്പോഷർ കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ എക്സ്പോഷർ കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദെൻ അടുത്ത കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് FCK. അത് നമ്മൾ എന്താണ് പറഞ്ഞത്, കംപ്രസീവ് സ്ട്രെങ്ത് തന്നെയാണ്. വാട്ട് ഈസ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ആ കംപ്രസീവ് സ്ട്രെങ്ത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വാല്യൂ ഓഫ് ദ സ്ട്രെങ്ത് ഓർ കംപ്രസീവ് സ്ട്രെങ്ത് ബിലോ വിച്ച് നോട്ട് മോർ ദാൻ 5% ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട് ആർ എക്സ്പെക്ടഡ് ടു ഫെയിൽ. അതായത് 90% പ്രോബബിലിറ്റി കിട്ടണം നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റിസൾട്ട് 95%, അതായത് ഒരു 10 അല്ലെങ്കിൽ ഒരു 3 ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു 10 ക്യൂബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ 95%ഉം 5% കൂടുതൽ അത് ഫെയിൽ ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കംപ്രസീവ് സ്ട്രെങ്ത്തിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് FCK എന്ന് പറയാം. And the characteristic strength of concrete in flexural member is taken as 0.67 times the strength of concrete cube. ഇത് മെയിൻ ആയിട്ട് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ നമ്മൾ കോൺക്രീറ്റ് ഇപ്പോൾ M30 കോൺക്രീറ്റിന്റെ ടെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ M30 കോൺക്രീറ്റിന്റെ മിക്സ് അനുസരിച്ച് അല്ലെങ്കിൽ മിക്സ് ഡിസൈൻ അനുസരിച്ച് നമ്മൾ മിക്സ് ഉണ്ടാക്കി കോൺക്രീറ്റ് ക്യൂബ് ഉണ്ടാക്കി നമുക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്കൊരു കംപ്രസീവ് സ്ട്രെങ്ത് കിട്ടി, FCK കിട്ടി. അപ്പൊ 30 ആണെന്ന് വിചാരിക്കാം. പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ കേസിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ മെമ്പറിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഇപ്പോൾ 0.67 ആ FCK വാല്യൂ ആയിരിക്കും യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കൂടുന്തോറും കംപ്രസീവ് സ്ട്രെങ്ത്തിൽ ഒരു എന്താ പറയുക ഒരു കംപ്രസീവ് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ ആ ഒരു ഡിക്രീസ് അല്ലെങ്കിൽ ആ ഒരു ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് 0.67 ടൈംസ് വെച്ചിട്ടൊരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ അവിടെ കൊടുത്തേക്കുന്നത്. സോ characteristic strength of concrete in flexural member is 0.67 times the strength of concrete cube. ഇത് എവിടെയാ യൂസ് ചെയ്യണമെന്ന് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും കുറച്ചും കൂടെ മനസ്സിലാവും. സോ അടുത്ത ഇപ്പൊ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് FCK അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്ത്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അടുത്ത ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ്. ഈ വരാൻ പോകുന്ന എല്ലാ പ്രോപ്പർട്ടീസും മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തേക്കുന്ന ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് അതായത് FCK വാല്യൂനെയാണ്. ടെൻസൈൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ FCKയുടെ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ടെൻസൈൽ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് 0.7 √FCK. ഇത് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് if FCK is given എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.7 √FCK ആണ് ഇക്വേഷൻ. ചിലപ്പം സിമ്പിൾ ആയിട്ട് നമുക്കൊരു പ്രോബ്ലം ആയിട്ടും ചോദിക്കും M25 ഗ്രേഡ് കോൺക്രീറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക, 0.7 × √25 എന്ന് പറയുന്നത് 5 ആയിരിക്കും. 0.75 3.5 Newton/mm². അതായിരിക്കും M25 ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് മെയിൻ ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ആ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റിന്റെ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിലിണ്ടർ ആയിരിക്കും. സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ സിലിണ്ടർ വെച്ചിട്ടാണ് നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത് മെയിൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക.
Then plain concrete എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് സ്ട്രോങ് ഇൻ കംപ്രഷൻ ബട്ട് വീക്ക് ഇൻ ടെൻഷൻ ആണ്. സോ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും 1/8 to 1/12 ഓഫ് കംപ്രസീവ് സ്ട്രെങ്ത് ആയിരിക്കും. അതും നോക്കി വെച്ചേക്കുക. ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് എ കോൺക്രീറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്ലെയിൻ കോൺക്രീറ്റ് എന്ന് പറയുന്നത് 1/8 to 1/12 ഓഫ് കംപ്രസീവ് സ്ട്രെങ്ത് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സ്റ്റീൽ ഈസ് യൂസ്ഡ് ആസ് റീഎൻഫോഴ്സിംഗ് മെറ്റീരിയൽ ടു മേക്ക് ദ കോൺക്രീറ്റ് സസ്റ്റൈനബിൾ ടു ഇൻ ടെൻഷൻ ഓൾസോ. ടെൻഷൻ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റീൽ കൊടുക്കുക. അങ്ങനെ സ്റ്റീലും കൂടെ കൊടുക്കുക. പ്ലെയിൻ കോൺക്രീറ്റിന്റെ ഒപ്പം തന്നെ ടെൻഷൻ സോണിൽ അപ്രോപ്രിയേറ്റ് സ്റ്റീൽ ബാർ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, റീഎൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബാർ എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്താണ് ചോദിക്കുക, എവിടെയാണ് സ്റ്റീൽ റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എവിടെയായിരിക്കണം കൊടുക്കേണ്ടത്, എവിടെയാണോ ടെൻഷൻ സൈഡ് അല്ലെങ്കിൽ എവിടെയാണോ ടെൻഷൻ വരുന്നത് അവിടെ ആയിരിക്കണം നമ്മൾ സ്റ്റീൽ ബാർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്രീപ്പ് ആണ്. ക്രീപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ടൈം ഡിപ്പെൻഡന്റ് ഡിഫോർമേഷൻ ആയിരിക്കും. അതായത് അല്ലെങ്കിൽ ഇന്ന് ഞാൻ പല ഡെഫിനേഷൻസ് ഉണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല തവണ ചോദിച്ചേക്കുന്നതാണ് PSൽ. ഒന്ന്, ക്രീപ്പ് ഇസ് ഡിഫൈൻഡ് ആസ് എ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ അണ്ടർ സസ്റ്റെയിൻ ലോഡ്. സസ്റ്റെയിൻ ലോഡ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയാം. മെയിൻ ആയിട്ട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഇസ് എ ടൈം ഡിപ്പെൻഡന്റ് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് എന്ന് ചോദിച്ചിട്ടായിരിക്കും ക്രീപ്പ് എന്ന് പറയാം. ക്രീപ്പും shrinkage ടൈം ഡിപ്പെൻഡന്റ് ഡിഫോർമേഷൻസ് ആണ്. ദെൻ ക്രീപ്പ് എന്ന് പറയുന്നത് സസ്റ്റെയിൻ ലോഡ് വെച്ച് ഇരുന്ന് ഉണ്ടാവണ പയ്യെ ഉണ്ടാവണ ഒരു എന്താ പറയാ ഒരു ഇതാണ് ക്രീപ്പ് എന്ന് പറയാ. ക്രീപ്പ് സ്ട്രെയിൻ മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത് ഡ്യൂറേഷൻ ഓഫ് സസ്റ്റെയിൻ ലോഡ്. ലോഡിന് ഇങ്ങനെ അനുസരിച്ചാണ് ക്രീപ്പ് സ്ട്രെയിൻ ഉണ്ടാവുക. ക്രീപ്പ് സ്ട്രെയിനിന് നമുക്ക് ഒരു IS കോഡ് കോഎഫിഷ്യന്റ് പറയുന്നുണ്ട്. അപ്പൊ അൾട്ടിമേറ്റ് ക്രീപ്പ് കോഎഫിഷ്യന്റ് മെയിൻ ആയിട്ട് 28 ഡേയ്സിൽ, അതായത് 28 ഡേക്ക് മാത്രമല്ല 7 ഡേക്ക് നമുക്ക് ഏജ് ഓഫ് കോൺക്രീറ്റിന് അനുസരിച്ച് നമുക്ക് ക്രീപ്പ് കോഎഫിഷ്യന്റ് വാല്യൂ തന്നിട്ടുണ്ട്. 2.2, 1.6, 1.1. അതിൽ 28 ഡേ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചോദിക്കാറ്. അപ്പൊ 28 ഡേയുടെ ക്രീപ്പ് കോഎഫിഷ്യന്റ് വാല്യൂ എന്ന് പറയുന്നത് 1.6 ആയിരിക്കും. അതുപോലെ വാല്യൂ ഓഫ് ക്രീപ്പ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഏജ് ഓഫ് കോൺക്രീറ്റിന് അനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. കോഎഫിഷ്യന്റ് ഇസ് റെഡ്യൂസിങ് വിത്ത് ഏജ് ഓഫ് കോൺക്രീറ്റ് അറ്റ് ലോഡിംഗ്. അതിന് മുമ്പ് അതിലേക്ക് വരുന്നതിന് മുമ്പ് നോക്കാം, ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് ഇസ് മെയിൻലി ഇൻഫ്ലുവൻസ്ഡ് ബൈ എന്തൊക്കെയാണ് ക്രീപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടി ഓഫ് കോൺക്രീറ്റ്, വാട്ടർ സിമെന്റ് റേഷ്യോ, humidity and temperature of curing, humidity during the period of use, age of concrete at first loading, magnitude of stress and its duration, surface volume, ratio of member. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ക്രീപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്. ഇങ്ങനെയും ചോദിക്കാം, ഇതിൽ ഏതൊക്കെയാണ് ക്രീപ്പിനെ ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ്, വാട്ടർ സിമെന്റ് റേഷ്യോ, ഹ്യൂമിഡിറ്റി ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ക്യൂറിംഗ്, ഹ്യൂമിഡിറ്റി ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് യൂസ്, age of concrete at first loading, magnitude of stress and its duration, surface volume, ratio of member. ഇനി ഞാൻ പറഞ്ഞായിരുന്നു IS കോഡിൽ പറഞ്ഞേക്കുന്ന ക്രീപ്പ് സ്ട്രെയിനെ പറ്റി. IS കോഡിൽ പറഞ്ഞേക്കുന്ന ക്ലോസ് നമ്പർ 6.2.5.1 നമ്മുടെ ക്രീപ്പ് കോഎഫിഷ്യന്റിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. ക്രീപ്പ് കോഎഫിഷ്യന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എപ്സിലോൺ CR by എപ്സിലോൺ C. അതിൽ എപ്സിലോൺ C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടേം സ്ട്രെയിൻ അറ്റ് ദ ഏജ് ഓഫ് ലോഡിംഗ്. അതായത് തുടക്കത്തിലുള്ള ഷോർട്ട് ടേം സ്ട്രെയിൻ അറ്റ് ദ ഏജ് ഓഫ് ലോഡിംഗ് അറ്റ് എ സ്ട്രെസ് വാല്യൂ ഓഫ് FCക്ക് റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഷോർട്ട് ടേം സ്ട്രെയിൻ ആണ് EC. ECR എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ആയിരിക്കും. സോ ക്രീപ്പ് കോഎഫിഷ്യന്റിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് തന്നിരിക്കുന്ന ടേബിൾ ആണിത്. 7 ഡേയിലെ ക്രീപ്പ് കോഎഫിഷ്യന്റ് 2.2, 28 ഡേയിൽ 1.6 ആൻഡ് 1 ഇയറിന് 1.1. ഇതാണ് ഏജ് കൂടുന്നതിനനുസരിച്ച് ക്രീപ്പ് കോഎഫിഷ്യന്റ് ഇവിടെ എന്താണ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് അല്ലെ. ഈ ജസ്റ്റ് വാല്യൂസ് ഒന്ന് നോക്കി വെച്ചേക്കാം. 7 ഡേയിൽ 2.2, 28 1.6 ആൻഡ് 1 ഇയറിൽ 1.1. ദെൻ അതുപോലെ തന്നെ വരുന്ന അടുത്ത ടൈം ഡിപ്പെൻഡന്റ് ഡിഫോർമേഷൻ ആണ് ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ്. ഷ്രിങ്കേജ് എപ്പോഴും കംപ്രസീവ് നേച്ചർ ആയിരിക്കും. ദെൻ ടോട്ടൽ ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് കോൺക്രീറ്റ്, ദ സൈസ് ഓഫ് ദ മെമ്പർ ആൻഡ് എൻവയോൺമെന്റൽ കണ്ടീഷൻ. ഈ 3 കാര്യങ്ങളെയാണ് ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് കോൺക്രീറ്റ്, സൈസ് ഓഫ് ദ മെമ്പർ ആൻഡ് എൻവയോൺമെന്റൽ കണ്ടീഷൻ. And however, the total shrinkage of the concrete is mostly influenced by the total amount of water present in concrete at the time of mixing for a given humidity and temperature. നമ്മുടെ വാട്ടർ കണ്ടന്റിനെയാണ് മെയിൻ ആയിട്ട് ഷ്രിങ്കേജ് ഡിപ്പെൻഡ് ചെയ്യുക. പക്ഷേ സിമെന്റ് കണ്ടന്റ് അധികം ഷ്രിങ്കേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറില്ല. ഇനി നമുക്ക് ചോദ്യം വരുന്നത് ഷ്രിങ്കേജിനെ കുറിച്ച് IS കോഡിൽ പറഞ്ഞേക്കുന്ന ക്ലോസ് നമ്പർ 6.2.4.1 ഇതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ടോട്ടൽ ഷ്രിങ്കേജ് സ്ട്രെയിൻ ഫോർ ഡിസൈൻ എന്ന് പറയുന്നത് 0.0003.
നമുക്ക് മിക്കവാറും 003 ആണെന്ന് നമുക്കറിയായിരിക്കും. ഈ 3യുടെ മുമ്പ് എത്ര 0 ഉണ്ടെന്നുള്ള കാര്യങ്ങളായിരിക്കും ഒരിക്കലും കിട്ടാത്തത്. അല്ലെങ്കിൽ ഓപ്ഷന്റെ അകത്ത് ചിലപ്പോൾ 0.003 ഉണ്ടാവും, 0.0003 ഉണ്ടാവും, അല്ലെങ്കിൽ 4 3 ഉണ്ടാവും. അപ്പം നോക്കുക 0 പോയിന്റ് കഴിഞ്ഞിട്ട് 3 0 then 3. അത് ഓർത്ത് വെച്ചേക്കുക. 3 0 3 ആണ് shrinkage strainന്റെ വാല്യൂ. Approximate value of total shrinkage strain for design is taken as 0.0003 in the absence of test data. അപ്പൊ ഇതാണ് shrinkageന്റെ ക്രീപ്പിന്റെയും കാര്യം. ഇനി നമുക്ക് FCK തന്നിട്ടുണ്ടെങ്കിൽ എലാസ്റ്റിക് മോഡുലസ് അല്ലെങ്കിൽ ലെങ്സ് മോഡുലസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം കോൺക്രീറ്റിന്റെതാണ് നോക്കുക. ലെങ്സ് മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അതും കോഡിൽ ഡയറക്റ്റ് തന്നേക്കുന്ന ഇക്വേഷൻ ആണ്. ക്ലോസ് നമ്പർ 6.2.3.1 പറഞ്ഞിട്ടുണ്ട്. EC is equal to 5000 root FCK. FCK ക്യാരക്ടറൈസ്ഡ് കംപ്രസീവ് സ്ട്രെങ്ത് തന്നിട്ടുണ്ട്. ക്യാരക്ടറൈസ്ഡ് കംപ്രസീവ് സ്ട്രെങ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെങ്സ് മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് EC is equal to 5000 root FCK. അതിലെ EC എന്ന് പറയുന്നത് ഷോർട്ട് ടേം എലാസ്റ്റിക് മോഡുലസ് എന്നും അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റിയുടെ ഒപ്പം തന്നെ നമുക്ക് വേറെ ഒരു പേരാണ് ഷോർട്ട് ടേം സ്റ്റാറ്റിക് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് എന്നും പറയാറുണ്ട്. എലാസ്റ്റിക് ഡിഫ്ലക്ഷൻസ് കാണാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ എലാസ്റ്റിക് മോഡുലസ് യൂസ് ചെയ്യുക. ദെൻ അടുത്ത പ്രോപ്പർട്ടി ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നതാണ് പോയ്സൺസ് റേഷ്യോ. പോയ്സൺസ് റേഷ്യോ ശരിക്കും പറഞ്ഞാൽ വേരി ചെയ്യുന്ന ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റിന് നമ്മൾ 0.1 തൊട്ട് വീക്ക് മിക്സസിന് 0.2 വരെയാണ് അതിന്റെ വേരി. നോർമലി ടേക്കൺ ആസ് 0.15 ഫോർ സ്ട്രെങ്ത് ഡിസൈൻ ആൻഡ് 0.2 ഫോർ സർവീസബിലിറ്റി ക്രൈറ്റീരിയ. ഇതാണ് ശരിക്കും പോയ്സൺസ് റേഷ്യോ. പോയ്സൺസ് റേഷ്യോന്റെ റേഞ്ച് സാധാരണ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് 0.15 to 0.25 വരെയാണെന്നാണ് നമ്മൾ പറയാറ്. സോ നോക്കി വെച്ചേക്കുക. ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റിന് 0.1ഉം വീക്ക് മിക്സിന് 0.2ഉം സ്ട്രെങ്ത് ഡിസൈൻ നമ്മൾ ഡിസൈൻ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഡിസൈനിന്റെ കേസിൽ നമ്മൾ നോർമലി എടുക്കുന്നത് 0.15 ആയിട്ടായിരിക്കും. സർവീസബിലിറ്റി ക്രൈറ്റീരിയ 0.2. ചോദിച്ച കണ്ടേക്കണം ഇതാണ് പോയ്സൺസ് റേഷ്യോ ഫോർ കോൺക്രീറ്റ് ഇസ് ഇൻ ദ റേഞ്ച് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ 0.15 to 0.25. നെക്സ്റ്റ് വരുന്നത് യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ്. അതും കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടിയാണ്. എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തേക്കുന്ന അവിടുത്തെ റീൻഫോഴ്സ്മെന്റ് അഗ്രിഗേറ്റ് വോയിഡ്സ് അതിനെ കുറിച്ചൊക്കെ ആയിരിക്കും. 23 to 26 വരെ ആയിരിക്കും അതിന്റെ റേഞ്ച്. ഇവിടെയും ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ പ്ലെയിൻ കോൺക്രീറ്റിന്റെ യൂണിറ്റ് വെയിറ്റ് എത്ര അല്ലെങ്കിൽ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റിന്റെ യൂണിറ്റ് വെയിറ്റ് എത്രയെന്നാണ്. പ്ലെയിൻ കോൺക്രീറ്റ് ആണെങ്കിൽ അത് 24 kN/m³ ആയിരിക്കും. റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആണെങ്കിൽ അതിന്റെ വാല്യൂ 25 kN/m³ ആയിരിക്കും യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് മെയിൻ ആയിട്ട് ഇതിനെ കുറിച്ച് അധികം പറയാനല്ലോ. സോ യൂണിറ്റ് വെയിറ്റ് ഓഫ് പ്ലെയിൻ കോൺക്രീറ്റ് 24 kN/m³. അതുപോലെ തന്നെ എന്താ പറയാ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് 25 kN/m³ ആയിരിക്കും. ദെൻ ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ഓഫ് കോൺക്രീറ്റ് ആണ് വർക്കബിലിറ്റി എന്ന് പറയാം. വർക്കബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി വിച്ച് ഡിറ്റർമൈൻ ദ ഈസ് ആൻഡ് ഹോമോജിനിറ്റി വിത്ത് വിച്ച് കോൺക്രീറ്റ് ക്യാൻ ബി മിക്സ്ഡ്, പ്ലേസ്ഡ്, കോമ്പാക്ട് ആൻഡ് ഫിനിഷ്. നമുക്ക് എത്രമാത്രം എളുപ്പത്തിൽ ചെയ്യാം അതാണ് വർക്കബിലിറ്റി എന്ന് പറയാം അല്ലെ. വർക്കബിൾ കോൺക്രീറ്റ് വിൽ നോട്ട് ഹാവ് എനി സെഗ്രിഗേഷൻ ഓർ ബ്ലീഡിങ്. സെഗ്രിഗേഷനും ബ്ലീഡിങ്ങും എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ അഗ്രിഗേറ്റ്സ് സെപ്പറേറ്റ് ചെയ്ത് പോവുകയാണെങ്കിലാണ് സെഗ്രിഗേഷൻ എന്ന് പറയുക. ബ്ലീഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം വാട്ടർ ഇങ്ങനെ പൊങ്ങി വരുന്നതിനാണ് ബ്ലീഡിങ് എന്ന് പറയാം. അതും ഇങ്ങനെ പണ്ട് ചോദിക്കാറുണ്ട്. ഇപ്പൊ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. കാരണം അതൊരു കോമൺ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിരുന്നു. സെപ്പറേഷൻ ഓഫ് ഇൻഗ്രീഡിയന്റ് ഫ്രം കോൺക്രീറ്റ് ഡ്യൂറിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് നോൺ ആസ് സെഗ്രിഗേഷൻ. കോൺക്രീറ്റിന്റെ ഇൻഗ്രീഡിയൻസ് പുറത്ത് സെപ്പറേറ്റ് ചെയ്ത് പോണതിന് നമ്മൾ എന്ത് പറയാ? സെഗ്രിഗേഷൻ എന്ന് പറയും. ഫ്രഷ് കോൺക്രീറ്റ് വാട്ടർ പയ്യെ സർഫസിലോട്ട് വെള്ളം ഇങ്ങനെ പൊക്കി വരികയാണെങ്കിൽ നമ്മൾ അതിനെ ബ്ലീഡിങ് എന്ന് പറയും. ഇനി ഇത് രണ്ടും ഉണ്ടാവാൻ പാടില്ലാണ്. വർക്കബിൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും സെഗ്രിഗേഷനോ ബ്ലീഡിങ്ങോ ഉണ്ടാവാൻ പാടില്ല. സോ സെഗ്രിഗേഷൻ കോസ് ലാർജ് വോയിഡ്സ് ആൻഡ് ഹെൻസ് കോൺക്രീറ്റ് ബിക്കം ലെസ് ഡ്യൂറബിൾ. സെഗ്രിഗേഷൻ അവിടെ എന്താണ് പ്രശ്നം ഉണ്ടാക്കുക? ഇറ്റ് കോസസ് ലാർജ് വോയിഡ്സ് ഉണ്ടാക്കും. സോ ഇറ്റ് വിൽ ബിക്കം ലെസ് ഡ്യൂറബിൾ. ബ്ലീഡിങ് വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻ സെവറൽ സ്മോൾ പോർസ് ഓൺ ദ സർഫസ് ഡ്യൂ ടു എക്സസ് വാട്ടർ കമ്മിങ് അപ്പ്. മേളിലേക്ക് വെള്ളം കയറുമ്പോൾ എന്താ പറ്റുക? കുറെ കുഞ്ഞു കുഞ്ഞു പോർസ് ആയിട്ട് ഉണ്ടാവും. അപ്പൊ അതും കോൺക്രീറ്റിനെ ഡ്യൂറബിലിറ്റി കുറയ്ക്കും. ഇതാണ് മെയിൻ. വർക്കബിലിറ്റിയിൽ സെഗ്രിഗേഷനോ ബ്ലീഡിങ്ങോ വരാൻ പാടില്ല. അപ്പൊ സെഗ്രിഗേഷനും ബ്ലീഡിങ്ങും എന്താ നോക്കുക? സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ആ കോൺക്രീറ്റിന്റെ ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ സെഗ്രിഗേഷൻ എന്ന് പറയും. വാട്ടർ മേലിലേക്ക് വരികയാണെങ്കിൽ ബ്ലീഡിംഗ് എന്ന് പറയും. ഇനി സെഗ്രിഗേഷൻ മൂലം ഉണ്ടാവുന്ന ലാർജ് വോയിഡ്സ് ആയിരിക്കും. ബ്ലീഡിംഗ് മൂലം ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു എന്താ പറയാ പോർസ് ഇങ്ങനെ മേളിൽ ഉണ്ടാവും. അതിനെയാണ് ബ്ലീഡിംഗ് എന്ന് പറയാം. രണ്ടും എന്താ സംഭവിക്കുക? കോൺക്രീറ്റിന്റെ ഡ്യൂറബിലിറ്റി കുറയ്ക്കും. ഇനി ഡിഗ്രി ഓഫ് വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് is classified from very low to very high with the corresponding value of slum in mm. അത് IS സ്കൂളിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്നുണ്ട്. നമുക്ക് സ്ലം വാല്യൂവിനനുസരിച്ച് വർക്കബിലിറ്റി കോൺക്രീറ്റ് എന്താ പറയാ വെരി ലോ ഹൈ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ വർക്കബിലിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത് അതിനെ സംബന്ധിച്ചിട്ടായിരിക്കും.
അത് ക്ലോസ് 7 IS 456 ക്ലോസ് 7 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ സ്ലംബിനോട് വരുന്നത്, സ്ലംബിന്റെ കാര്യം പറയുന്നത് സ്ലം ടെസ്റ്റിന്റെ കാര്യങ്ങളോട് ജസ്റ്റ് നോക്കിയേക്കാം. സ്ലം ടെസ്റ്റ് യൂസ് ചെയ്യുന്ന വർക്കബിലിറ്റി ഓഫ് കോണ്ടിനാണ്. നമ്മളൊരു ഫ്രസ്റ്റം കോണാണ് യൂസ് ചെയ്യുക. അപ്പൊ അതിന്റെ ഡയമീറ്റർ ഓഫ് ടോപ്പ് എൻഡ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആയിരിക്കും. ബോട്ടം എൻഡ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആയിരിക്കും. ഹൈറ്റ് ഓഫ് വെസൽ എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആയിരിക്കും. എളുപ്പമാണ് പഠിക്കാൻ. 10, 20, 30 ആണ്. ടോപ്പ് എൻഡിൽ 10, ബോട്ടം എൻഡിൽ 20, ഹൈറ്റ്, ടോട്ടൽ ഹൈറ്റ് 30 സെന്റിമീറ്റർ ആയിരിക്കും. ദെൻ നമ്മൾ അവിടെ ആ ടാമ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാമ്പിംഗ് റോഡും ഉണ്ട്. അപ്പൊ അതിന്റെ നോക്കുക. ഡയമീറ്റർ 16, ലെങ്ത് 60. അതും ഓർത്തിരിക്കുക എളുപ്പമാണ്. 16ഉം 60. 16, 60. ടാമ്പിംഗ് റോഡിന്റെ ഡയമീറ്റർ 16 mm, ലെങ്ത് 60 സെന്റിമീറ്റർ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടാമ്പിംഗ് റോഡിന്റെ ഡയമീറ്റർ മാത്രമാണ് mm തന്നേക്കുന്നത്. 16 mm ആണ്. ബാക്കിയെല്ലാം സെന്റിമീറ്റർ ആണെന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ പോർഷനിൽ നിന്നായിരിക്കും. അതായത് ഓരോ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷനിൽ എത്രമാത്രം സ്ലംബ് വേരി ചെയ്യാം. റോഡ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 20 to 40 mm വരെ സ്ലംബിന്റെ വാല്യൂ വരാം. അല്ലെങ്കിൽ എന്താ പറയാ, ടോപ്പ് ഓഫ് കെയർ, പാരപ്പറ്റ് പിയർ, അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ 40 to 50 mm വരെ വരാം. കനാൽ ലൈനിങ്ങിന് 70 to 80 mm വരെ. ആർച്ച് അല്ലെങ്കിൽ സൈഡ് വാൾ ടണലിന് 90 to 100 mm. നോർമൽ RCC വർക്കിന്റെ സ്ലം വാല്യൂ എന്ന് പറയുന്നത് 80 to 150 mm. മാസ് കോൺക്രീറ്റിന് 25 to 50 mm ആൻഡ് കോൺക്രീറ്റ് ടു ബി വൈബ്രേറ്റഡ് 10 to 25 mm. ഇവിടെ നിന്നാണ് നമുക്ക് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറ്. അതായത് ഓരോ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ സ്ലം വാല്യൂ. വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത് കോൺക്രീറ്റ് മിക്സിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യും. അതായത് നോ സ്ലം, 0 സ്ലംബ് ആണെന്നുണ്ടെങ്കിൽ ആ മിക്സ് എന്ന് പറയുന്നത് സ്റ്റിഫ് ആൻഡ് എക്സ്ട്രാ സ്റ്റിഫ് മിക്സ് എന്നായിരിക്കും. 10 to 30 mm പുവർലി മൊബൈൽ മിക്സ് എന്നായിരിക്കും. അതായത് സ്ലംബ്, നോ സ്ലംബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റിഫ് ആയിട്ടിരിക്കുമായിരിക്കും, അങ്ങനെ തന്നെ ഉണ്ടാവും. ഫ്രം 10 to 30 mm ആണെങ്കിൽ കുറച്ചും കൂടെ, അതായത് പുവർലി മൊബൈൽ മിക്സ്, അധികം മൂവ്മെന്റ് ഉണ്ടാവില്ല. 40 to 150 mm എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ മിക്സ് ആയിരിക്കും. അതായത് അത്യാവശ്യം എന്താ പറയാ ഒരു മൂവ്മെന്റ് ഉണ്ടാവും. ദെൻ ഓവർ 150 mm കാസ്റ്റ് മിക്സ് എന്നും പറയും. ദെൻ മറ്റ് ഇതൊരു കാര്യം. ദെൻ നമ്മൾ IS കോഡിൽ പറഞ്ഞേക്കുന്ന കാര്യം ഇതാണ്. അതായത് ഡിഗ്രി ഓഫ് വർക്കബിലിറ്റിനെ സ്ലം വാല്യൂ അനുസരിച്ച് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വെരി ലോ, ലോ, മീഡിയം, ഹൈ ആൻഡ് വെരി ഹൈ. വെരി ലോ യുടെ കാര്യം നമ്മൾ താഴെ ക്ലോസിൽ പറയുന്നുണ്ട്. 7.1.1 ജസ്റ്റ് നോക്കാതെ കോഡിന്റെ താഴെയാണ്. അതായത് ലോ എന്ന് പറയുന്നത് 25 to 75 നമ്മൾ അതിന് പറയുന്നത് ഡിഗ്രി ഓഫ് വർക്കബിലിറ്റി ലോ ആയിരിക്കും. മീഡിയം എന്ന് പറയുന്നത് 50 to 100 മീഡിയം ആയിരിക്കും. ആൻഡ് ദെൻ 50 to 100, അതിൽ 75 to 100 അത് യൂസ് ചെയ്യാൻ അപ്പുറത്ത് പ്ലേസിംഗ് കണ്ടീഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് 75 to 100 നിൽക്കുന്നത്. ദെൻ ഹൈ എന്ന് പറഞ്ഞാൽ 100 to 150 ഹൈ. വെരി ഹൈയും ഇതും കോഡിന്റെ 7.1.1 പറഞ്ഞിട്ടുണ്ട്. അയ്യോ, നോക്കാൻ എൻ്റെ കയ്യിൽ കട്ടായിപ്പോയി. ഞാൻ നോട്ട് തരുമ്പോൾ തന്നേക്കാം കേട്ടോ. ഇതിന്റെ കാര്യം ഒന്ന് നോക്കിയേക്കാം. അതായത് പ്ലേസിംഗ് കണ്ടീഷൻ കൂടെ നോക്കിയേക്കാം. ബ്ലൈൻഡിങ് കോൺക്രീറ്റ് ഷാലോ സെക്ഷൻ ഒക്കെ ആണെങ്കിൽ വെരി ലോ മതി, കൊടുത്താൽ മതി. ദെൻ ലോ, അതുപോലെ തന്നെ പേയ്മെന്റ് യൂസിങ് പേവേഴ്സിന്. ദെൻ ലോ എവിടെ യൂസ് ചെയ്യുക? 25 to 75 മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന മാസ് കോൺക്രീറ്റ്, ടൈറ്റ്ലി റീൻഫോഴ്സ് സെക്ഷൻ ഇൻ സ്ലാബ്, ബീം, വാൾ, കോളം അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫ്ലോർ, ഹാൻഡ് പ്ലേസ്ഡ് പേയ്മെന്റ്, കനാൽ ലൈനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്ലേസിംഗ് കണ്ടീഷൻസ് നോക്കുക, വർക്കബിലിറ്റി നോക്കുക, സ്ലം വാല്യൂ നോക്കുക. രണ്ട് തരത്തിലും ചോദിച്ചിട്ടുണ്ട്. അതായത് എന്താ പറയുക, ഇപ്പൊ കനാൽ ലൈനിങ്ങിന് യൂസ് ചെയ്യുന്ന ഡിഗ്രി ഓഫ് വർക്കബിലിറ്റി ഏതാണ്, ലോ, വെരി ലോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ വാല്യൂ ഏതാണ്, 25 to 75 ആ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഇതും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. ACR ഒക്കെ വെച്ചിട്ടുള്ള അങ്ങനെ ചോദിച്ചിട്ടില്ല. ഏകദേശം സെയിം, അതായത് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല തോന്നുന്നു. അപ്പൊ ഫൗണ്ടേഷൻ ഫൂട്ടിങ്ങിനൊക്കെ 20 to 80, ബീം ആൻഡ് റീഇൻഫോഴ്സ്ഡ് ഓയിൽ 20 to 100. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. മെയിൻ ആയിട്ട് നോക്കേണ്ട IS കോഡിന്റെ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ്, IS കോഡിലെ കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺക്രീറ്റ് മിക്സും ദെൻ റെക്കമെൻഡഡ് സ്ലംബ് ഓഫ് കോൺക്രീറ്റ്, ഇത്രയും കാര്യങ്ങളാണ് സ്ലം ടെസ്റ്റിലേക്ക് നോക്കുക. ഇത് കൂടാതെ ഒരു കാര്യം കൂടെ ഉണ്ട്, പ്ലാസ്റ്റിസൈസർ. പ്ലാസ്റ്റിസൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാസ്റ്റിസൈസർ യൂസ് ചെയ്യും അല്ലെ. ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എന്നല്ല, നമുക്കത് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം അല്ലെ. Plasticizer എന്ന് പറയുന്നത് organic and inorganic substance that permit the reduction in water cement ratio at the same workability or offer higher workability at the same water cement ratio. രണ്ട് രീതിയിൽ നമുക്ക് പ്ലാസ്റ്റിസൈസറിനെ പറയാൻ പറ്റും. വർക്കബിലിറ്റി കൂട്ടാൻ വേണ്ടി മാത്രമല്ല, ഒന്നെങ്കിൽ വർക്കബിലിറ്റിനെ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിട്ട് വാട്ടർ സിമെന്റ് റേഷ്യോ റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ വർക്കബിലിറ്റിനെ
ഇൻക്രീസ് ചെയ്തിട്ട് വാട്ടർ സിമെന്റ് റേഷ്യോ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കാൻ പറ്റും. ഇത് രണ്ടിനും നമുക്ക് പ്ലാസ്റ്റിസൈസർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ പ്ലാസ്റ്റിസൈസറിന്റെ ഈ 3 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇപ്പൊ ഈയിടെയായിട്ട് ചോദിക്കുന്നുണ്ട് ഡോസേജ്, പ്ലാസ്റ്റിസൈസറിന്റെ ഡോസേജ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് 0.1% to 0.4% ബൈ ദ വെയിറ്റ് ഓഫ് സിമെന്റ്. സിമെന്റിന്റെ വെയിറ്റിന്റെ പെർസെന്റേജ് ആണ് എടുക്കുക. Dosage of plasticizer varies in the range of 0.1% to 0.4% by the weight of cement. They permit the reduction in water content. അവര് sorry spelling mistake ഉണ്ട് കേട്ടോ. അവരുടെ they permit the reduction, അവർ എത്രമാത്രം വാട്ടർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യുന്നത് 5 to 15% or increase the slum value by 30 to 150 mm. അപ്പൊ രണ്ട് മെത്തേഡ് അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് പ്ലാസ്റ്റിസൈസർ യൂസ് ചെയ്യുക. ഒന്നെങ്കിൽ അവർ എന്താ ചെയ്യാം, വാട്ടർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ സ്ലം വാല്യൂ ഇൻക്രീസ് ചെയ്യും. വാട്ടർ കണ്ടന്റ് റെഡ്യൂസ് 5 to 15% അവർ വാട്ടർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്ലം വാല്യൂ 30 to 150 mm ഇൻക്രീസ് ചെയ്യാം. ആൻഡ് ഇനീഷ്യൽ സ്ലം, അതാ പ്ലാസ്റ്റിസൈസിന് ഫ്ലൂയിഡൈസ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇനീഷ്യൽ സ്ലം കൊടുക്കാണ്ട്. ഇനീഷ്യൽ സ്ലം എന്ന് പറഞ്ഞാൽ 20 to 30 mm ആണ്. കഴിഞ്ഞ തവണത്തെ PSC ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഇനീഷ്യൽ സ്ലം റിക്വയർഡ് ടു ഫ്ലൂയിഡൈസ് എ പ്ലാസ്റ്റിസൈസർ സൂപ്പർ പ്ലാസ്റ്റിസൈസർ അറ്റ് നോർമൽ ഡോസേജിനുള്ള വാല്യൂ. ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. ഹൗ മച്ച് ഇസ് ദ ഇനീഷ്യൽ സ്ലം റിക്വയർഡ് ഫോർ എ കോൺക്രീറ്റ് മിക്സ് ടു ബി ഫ്ലൂയിഡൈസ്ഡ് ബൈ പ്ലാസ്റ്റിസൈസർ ഓർ സൂപ്പർ പ്ലാസ്റ്റിസൈസർ എന്നാണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 20 to 30 mm ആണ് എന്റെ ആൻസർ. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് 2 to 3 സെന്റിമീറ്റർ 2 to 3 mm എന്നാണ്. നമുക്ക് 20 to 30 mm ആണ്, സോറി 20 to 30 mm, അതായത് 2 to 3 സെന്റിമീറ്റർ. എ ആണ് കറക്റ്റ് ആൻസർ. സോ അപ്പൊ പ്ലാസ്റ്റിസൈസറിനെ കുറിച്ചും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അതും ചോദിച്ചപ്പോ തുടങ്ങിയിട്ടുണ്ട്. സോ ഇത്രയുമാണ് ബേസിക് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയാനുള്ള കോൺക്രീറ്റിന്. അപ്പൊ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഗ്രേഡ് ഓഫ് കോൺക്രീറ്റും ഗ്രേഡ് എവിടെയൊക്കെയാണോ ഏതൊക്കെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ് മെയിൻ യൂസ് ചെയ്യാന്നുള്ളത്. പിന്നെ നമ്മൾ പിന്നെ എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേഡ് പറഞ്ഞു, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് FCK യുടെ വാല്യൂ പറഞ്ഞു, ദെൻ ടെൻസൈൽ സ്ട്രെങ്ത് FCK കിട്ടിയിട്ടുണ്ടെങ്കിൽ 0.7 റൂട്ട് FCK ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടെൻസൈൽ സ്ട്രെങ്ത് കിട്ടും. ദെൻ യങ്സ് മോഡുലസ് FCK കിട്ടിയിട്ടുണ്ടെങ്കിൽ 5000 റൂട്ട് FCK ചെയ്താൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് കിട്ടും, സോറി യങ്സ് മോഡുലസ് കിട്ടും. ദെൻ ക്രീപ്പ് ആൻഡ് ഷ്രിങ്കേജ്, ക്രീപ്പ് കോഎഫിഷ്യന്റ് കാര്യം നോക്കുക. ക്രീപ്പ് കോഎഫിഷ്യന്റ് ഏജ് ഓഫ് കോൺക്രീറ്റ് കൂടുന്നതിനനുസരിച്ച് ക്രീപ്പ് കോഎഫിഷ്യന്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ദെൻ ഷ്രിങ്കേജിന്റെ കാര്യം ഡേറ്റ ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 0.003 ആണ് ക്രീപ്പ് സ്ട്രെയിന്റെ വാല്യൂ ആയിട്ട് എടുക്കുക, സോറി ഷ്രിങ്കേജിന്റെ വാല്യൂ ആയിട്ട്, ഷ്രിങ്കേജ് സ്ട്രെയിന്റെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. പിന്നെ വർക്കബിലിറ്റിയിലെ സ്ലമ്മിന്റെ കാര്യം, പ്ലാസ്റ്റിസൈസിന്റെ കാര്യം. അപ്പൊ ഇത്രയാണ് പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റിലെ മെയിൻ ആയിട്ട് വരിക. പിന്നെ നമുക്ക് സിമെന്റിന്റെ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ വരുന്നതാണ്. സിമെന്റിന്റെ പ്രോപ്പർട്ടീസ്, സാൻഡിന്റെ, അതായത് ഫൈൻ അഗ്രിഗേറ്റിന്റെയും കോഴ്സ് അഗ്രിഗേറ്റിന്റെയും പ്രോപ്പർട്ടീസും എല്ലാം ഇതിന്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ്. പക്ഷെ അത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കോൺക്രീറ്റ് ടെക്നോളജിയിൽ പഠിക്കുന്നുണ്ട്. സോ ഇത്രയുമാണ് പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ്. ഇനി നമുക്ക് ഡിസൈനിലേക്ക് കടക്കുമ്പോൾ ബേസിക് കോൺസെപ്റ്റ്, ആദ്യമേ തന്നെ ഡിസൈനിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് പറയാം. ഇത് ഏതായാലും ഇപ്പൊ സ്റ്റീൽ ഡിസൈൻ ആവട്ടെ RCC ആവട്ടെ, എന്തായാലും ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സേഫ്റ്റി, സർവീസബിലിറ്റി, ഡ്യൂറബിലിറ്റി, എക്കണോമി ആൻഡ് എസ്തെറ്റിക്. ഈ 5 കാര്യങ്ങളാണ് ബേസിക് കോൺസെപ്റ്റ് ഓഫ് എ ഡിസൈൻ എന്ന് പറയുന്നത്. ബിൽഡിംഗ് സേഫ് ആയിരിക്കണം. അപ്പൊ എന്തായിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, റോഡ് ആയിക്കോട്ടെ, എന്തായാലും അത് സേഫ് ആയിരിക്കണം, സർവീസബിൾ ആയിരിക്കണം, ഡ്യൂറബിൾ ആയിരിക്കണം, എക്കണോമിക്കലി ആണോ ആവണം, അതുപോലെ തന്നെ നല്ല എസ്തെറ്റിക് അപ്പിയറൻസും ഉണ്ടാവണം. ദെൻ വരുന്നത് മെത്തേഡ് ഓഫ് RCC ഡിസൈൻ. നമുക്ക് മെയിൻലി 3 ടൈപ്പ് മെത്തേഡ്സ് ഉണ്ട് RCC ഡിസൈന്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്, അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് ആൻഡ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. എല്ലാവർക്കും അറിയാമെങ്കിൽ നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുക. 3 മെത്തേഡാണ്, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡും അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡും ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡും. അതിൽ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡാണ് വാട്ടർ ടാങ്കിനൊക്കെ യൂസ് ചെയ്യുക. അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് അങ്ങനെ ഒട്ടും യൂസ് ചെയ്യാറില്ല. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിനെ കുറിച്ചൊന്ന് പറയാം. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറയുന്നത് ട്രഡീഷണൽ മെത്തേഡ് ആണ്, ഏറ്റവും പഴയ മെത്തേഡാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്റ്റീൽ ആൻഡ് ടിമ്പർ. സ്റ്റീലിനും ടിമ്പറിന് യൂസ് ചെയ്യാം. ഇനി വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പെർമിസിബിൾ സ്ട്രെസ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ ആർ നോട്ട് എക്സീഡഡ് ഇൻ ദ സ്ട്രക്ചർ വെൻ സബ്ജക്റ്റഡ് ടു വേഴ്സ്റ്റ് കോമ്പിനേഷൻ ഓഫ് ലോഡ്. ഇതാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. അതായത് ഏറ്റവും വേഴ്സ്റ്റ് കോമ്പിനേഷൻ ഓഫ് ലോഡ് വന്നാലും ഒരിക്കലും കോൺക്രീറ്റിന്റെയും സ്റ്റീലിന്റെയും പെർമിസിബിൾ സ്ട്രെസ്സിനേക്കാൾ കൂടുതൽ ആ സ്ട്രക്ചറിൽ സ്ട്രെസ് വരത്തില്ല. അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അലോവബിൾ സ്ട്രെസ്സിനെ നമ്മൾ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ചാണ് ഡിവൈഡ് ചെയ്യാണ്.
അപ്പൊ അതായത് മാക്സിമം 15 കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് സ്ട്രെസ്സിനെ അൾട്ടിമേറ്റ് സ്ട്രെസ് അതായത് ആ ബിൽഡിങ്ങിനെ താങ്ങാവുന്ന ഇത്ര സ്ട്രെസ് ഉണ്ട്. ആ സ്ട്രെസ്സിനെ വീണ്ടും ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വീണ്ടും കുറയ്ക്കും. അതായത് 10 ബിൽഡിങ്ങിൽ താങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ 1000 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പൊ 1000 സ്ട്രെസ് അവിടെ മാക്സിമം താങ്ങാൻ പറ്റണേ. പക്ഷെ നമ്മൾ അല്ലെങ്കിൽ 1000 സ്ട്രെസ് വരെ നമുക്ക് മാക്സിമം കിട്ടും. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഇപ്പൊ ഒരു 500 ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. അപ്പൊ 500 വരെ എടുക്കാൻ മാക്സിമം ലോഡ് വരുള്ളൂ അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ് വരുത്താവുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്ട്രെസ് ചെയ്യുക. അതായത് 500 മേലെ നമ്മൾ ഒരിക്കലും അവിടെ ലോഡ് വരില്ല. അല്ലെങ്കിൽ വേസ്റ്റ് കോമ്പിനേഷൻ പല നമ്മൾ ശ്രദ്ധിക്കാത്ത കോമ്പിനേഷൻ വന്നാലും ഒരിക്കലും 1000 മേലെ അല്ലെങ്കിൽ അവിടുത്തെ അൾട്ടിമേറ്റ് സ്ട്രെസ്സിന്റെ മേലെ ഒരിക്കലും എന്ത് ചെയ്യില്ല അവിടെ ലോഡ് സ്ട്രെസ് വരത്തില്ല. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. പെർമിസിബിൾ സ്ട്രെസ് ഫോർ കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ ആർ നോട്ട് എക്സീഡഡ് ഇൻ ദ സ്ട്രക്ചർ വെൻ സബ്ജക്റ്റഡ് ടു വേസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ലോഡ്. ഇനി അവിടെ വേറെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീനിയർ സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ ഓഫ് കോൺക്രീറ്റ് ആയിരിക്കും എപ്പോഴും വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത്. അപ്പൊ ലീനിയർ സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ലീനിയർ സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ. അതായത് സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്ട്രെയിനും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു ലീനിയർ വേരിയേഷൻ ആയിരിക്കും. അതായത് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നു എന്നാണ് എന്റെ അർത്ഥം. ഇനി വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ നമ്മൾ അലോവബിൾ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഈൽഡ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്യണം. ദെൻ ഫാക്ടർ ഓഫ് സേഫ്റ്റി അല്ലെ, ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇനി എത്രയാണെങ്കിൽ കോൺക്രീറ്റിന് 3ഉം സ്റ്റീലിന് 1.78 ആയിരിക്കും. ഇതൊന്ന് ശ്രദ്ധിച്ചേക്കാം. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലാണ്. ഇനി അപ്പറേയും ലിമിറ്റഡ് മെത്തേഡ് വരുമ്പോൾ വീണ്ടും ഒരു വാല്യൂ വരുന്നുണ്ട്. അപ്പൊ മാറിപ്പോരുത്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് കോൺക്രീറ്റിന് 3ഉം സ്റ്റീലിന് 1.78 ആണ്. അത് നോക്കിച്ചേക്കാം കേട്ടോ. ഇതാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിനെ കുറിച്ച്. ദെൻ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ്. അപ്പൊ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ വന്നേക്കുന്ന എന്താ പറയാ ലിമിറ്റേഷൻസിനെ എല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പൊ അസംഷൻ മെയിൻ ആയിട്ട് അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ലീനിയർ ബിഹേവിയർ ഓഫ് കോൺക്രീറ്റ് ആയിരുന്നു വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നോൺ ലീനിയർ ബിഹേവിയർ ഓഫ് കോൺക്രീറ്റ് ആയിരിക്കും ഇതായിട്ടാണ് നമ്മൾ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് അവിടെ നോൺ ലീനിയർ ആയിരിക്കും. ദെൻ ഇൻക്രീസ് ദ വർക്കിംഗ് ലോഡ് ബൈ, ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് ആണ്. ഇവിടെ നമ്മൾ സ്ട്രെസ്സിനെ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൽ വരാൻ പോകുന്ന സ്ട്രെസ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അവിടെ നമ്മൾ നോക്കുന്നത് ലോഡിനെ ആയിരിക്കും. അപ്പൊ ലോഡ് എന്ത് ചെയ്യാണ്, സ്യൂട്ടബിൾ ഫാക്ടർ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് നമുക്കിപ്പോൾ 1000 കിലോഗ്രാം അല്ലെങ്കിൽ 1000 കിലോ ന്യൂട്ടൺ ആയിരുന്നു ആ ബിൽഡിങ്ങിന് ലോഡ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, 1000 കിലോ ന്യൂട്ടന്റെ കൂടെ ഒരു ഫാക്ടറും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇപ്പൊ 2 ആണെങ്കിൽ 2000 കിലോ ന്യൂട്ടൺ ലോഡ് അവിടെ വരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ ഡിസൈൻ ചെയ്യുന്നത്. സോ കൊളാപ്സൽ ലോഡ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറയുന്നത് വർക്കിംഗ് ലോഡ് ബൈ ലോഡ് ഫാക്ടർ. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ലോഡ് ഫാക്ടർ മെത്തേഡ്. എന്റെ പക്ഷെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ there is no way to find the uncertainty in the variation in material stresses and there is no control against excessive deflection. ഇത് രണ്ടുമാണ് അതിന്റെ മെയിൻ ഡ്രോബാക്സ്. സോ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. ദെൻ അടുത്തത് വരുന്നത് ഏതാണ്, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ആക്ച്വലി ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും ഏകദേശം ഒരു കോമ്പിനേഷൻ ആണെന്ന് പറയാം, വേണമെങ്കിൽ പറയാം. അതായത് ഡിസൈൻ ലോഡും കൺസിഡർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസൈൻ സ്ട്രെങ്ത്തും ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് കൺസിഡർ ചെയ്യുന്നുണ്ട്. In this method, the structure shall be designed to withstand safely all load liable to act in through its life. അതായത് സ്ട്രക്ചർ ഈ മെത്തേഡിൽ നമ്മൾ എപ്പോഴും ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്നത് ആ ബിൽഡിങ്ങിന്റെ ത്രൂ ഔട്ട് ലൈഫിൽ എന്തൊക്കെ ലോഡ് വരുന്നു അതിനെല്ലാം സേഫ് ആയിട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ അനുസരിച്ചായിരിക്കും. അപ്പൊ ലോഡിനെ അവർ ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ should also satisfy all serviceability requirements such as limitation of deflection and cracking. അതായത് അവിടെ വരാൻ പോകുന്ന സ്ട്രെസ് ഭയങ്കര ശ്രദ്ധിച്ചേക്കുക. അപ്പൊ അവിടെ സർവീസബിലിറ്റി ക്രൈറ്റീരിയം നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ സേഫ്റ്റിയും നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ നോക്കുന്നുണ്ട്. Then what is this limit state? Limit state എന്ന് പറയുന്നത് it is an acceptance limit for safety and serviceability requirement before failure occur is limit state. So what is limit state എന്ന് ചോദിക്കാറുള്ള, അതായത് it is acceptance limit for safety and serviceability requirement before failure occur is limit state. Then limit state മെത്തേഡിനെ നമുക്ക് ടൈപ്പ് ഓഫ് ലിമിറ്റ് സ്റ്റേറ്റ് ഉണ്ട്. അതായത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സും ഉണ്ട്, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസ് ഫ്ലെക്ചറും ഉണ്ട്. അപ്പൊ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് മെയിൻലി ഡീൽസ് വിത്ത് ഫ്ലെക്ചർ, ഷിയർ, ടെൻഷൻ ആൻഡ് കംപ്രഷൻ. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി മെയിൻ ആയിട്ട് ഡിഫ്ലക്ഷൻ, ക്രാക്കിംഗ് ആൻഡ് വൈബ്രേഷൻ. ഇത്രയാണ്. അതായത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് കൊളാപ്സ് ചെയ്യാനുള്ള കാരണങ്ങൾ, അതായത് ഫ്ലെക്ചർ, ഷിയർ, ടെൻഷൻ, കംപ്രഷൻ, ആ
ഫോഴ്സുകളായിരിക്കും ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിൽ വരിക. സർവീസബിലിറ്റി എന്ന് പറയുമ്പോൾ സർവീസബിലിറ്റിയുടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിഫ്ലക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ക്രാക്കിംഗ് ഉണ്ടോ, വൈബ്രേഷൻ ഉണ്ടോ. നമ്മൾ ഒരാൾ ചൊല്ലുമ്പോൾ ആ ബിൽഡിംഗിൽ എന്തെങ്കിലും ക്രാക്സ് ഉണ്ടോ, അല്ലെങ്കിൽ ആ ബിൽഡിംഗ് ഡിഫ്ലക്ട് ചെയ്തിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സർവീസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ടൈപ്പ് ഓഫ് ലിമിറ്റ് സ്റ്റേറ്റ് മെയിൻ ആയിട്ട് രണ്ടായാണ് പറയാം. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് മെയിൻലി ഡീൽസ് വിത്ത് ഫ്ലെക്ചർ, ഷിയർ, ടെൻഷൻ ആൻഡ് കംപ്രഷൻ. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി മെയിൻലി ഡീൽസ് വിത്ത് ഡിഫ്ലക്ഷൻ, ക്രാക്കിംഗ് ആൻഡ് വൈബ്രേഷൻ. ദെൻ ലിമിറ്റ് സ്റ്റേറ്റിൽ ഞാൻ പറഞ്ഞ പോലെ ഡിസൈൻ സ്ട്രെങ്ത്തും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസൈൻ ലോഡും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിസൈൻ ആദ്യമേ തന്നെ നമുക്ക് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എത്രയാണെന്ന് നോക്കാം. അപ്പൊ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ദിസ് ഇസ് എ സ്ട്രെങ്ത് വിച്ച് ഇസ് കൺസിഡർ ഫോർ ദ ഡിസൈൻ ഓഫ് സ്ട്രക്ചർ. ഈ ഡിസൈൻ സ്ട്രെങ്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം? കോൺക്രീറ്റിന് ഒരു ഡിസൈൻ സ്ട്രെങ്ത്, ഓരോ മെറ്റീരിയലിനും ഡിസൈൻ സ്ട്രെങ്ത് ഉണ്ടാവും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ കോൺക്രീറ്റിന് ഡിസൈൻ സ്ട്രെങ്ത് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റീലിനും ഉണ്ട് ഡിസൈൻ സ്ട്രെങ്ത്. അപ്പൊ കോൺക്രീറ്റിന്റെ ഡിസൈൻ സ്ട്രെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ design strength is equal to characteristic strength by partial factor of safety. A characteristic strength of concrete divided by partial factor of safety ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിസൈൻ സ്ട്രെങ്ത് കിട്ടുക. അപ്പൊ characteristic strength of concrete എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? FCK ആണ്. പക്ഷെ ഇവിടെ വന്നേക്കുന്നത് എന്താണ്? 0.67. ഞാൻ നേരത്തെ പറഞ്ഞു, കൂടുമ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത്തിന് ഒരു റിഡക്ഷൻ ഉണ്ടാവും. അപ്പൊ ആ റിഡക്ഷനെ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മളൊരു വാല്യൂ ഇട്ടേക്കുന്നതാണ് 0.67 FCK എന്ന് പറഞ്ഞത്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ 0.67 FCK. ദെൻ ഞാൻ പറഞ്ഞായിരുന്നു പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി, മറ്റടുത്ത് ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിരുന്നു, ഇവിടെ പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. അപ്പൊ കോൺക്രീറ്റിന് അത് 1.5ഉം സ്റ്റീലിന് അത് 1.15ഉം ആണ്. ഇത് ഓർത്ത് വെച്ചേക്കുക. കോൺക്രീറ്റിന്റെ പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 1.5, സ്റ്റീലിന്റെ 1.15 ആണ്. അപ്പൊ ഡിസൈൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ക്യാരക്ടറൈസ്ഡ് സ്ട്രെങ്ത് ബൈ പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. അപ്പൊ ക്യാരക്ടറൈസ്ഡ് സ്ട്രെങ്ത് 0.67 FCK ബൈ 1.5, ദാറ്റ് ഈസ് 0.45 FCK. അപ്പൊ നമ്മുടെ ഡിസൈൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് ഏതിനായിരിക്കും? 0.45 FCK ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോ ലാബിൽ ഒരു ക്യൂബ് ടെസ്റ്റ് ചെയ്യുകയാണ്. M30 കോൺക്രീറ്റ് ഉണ്ടാക്കിയ ഒരു ക്യൂബ് ഉണ്ടാക്കിയെങ്കിൽ അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് FCK എന്ന് യൂസ് ചെയ്യുന്നത് FCK തന്നെയാണ്. ലാബിൽ ക്യൂബ് നമ്മൾ അണ്ടർ കൺട്രോൾഡ് കണ്ടീഷനും ഒക്കെ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ FCK കൊടുക്കാം. ഇനി ലാബിലെ ബീം ആണ് ചെയ്യുന്നതെങ്കിൽ, എനി ലോഡിംഗ് കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ വീണ്ടും എന്താ ചെയ്യുക? 0.6 FCK ചെയ്യുക. ദെൻ സൈറ്റില് ബീമിന്റെ സ്ഥലം വരുമ്പോൾ അല്ലെ ലോഡിങ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഡിസൈൻ സ്ട്രെങ്ത് 0.45 FCK എടുക്കാം. അതായത് ലാബില് ക്യൂബാണ് ടെസ്റ്റ് ചെയ്യണേ, യൂണിയാക്സൽ ലോഡിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കുക? FCK എന്ന് പറയാം. ലാബിൽ തന്നെ ക്യൂബിന് പകരം ബീമാണ് കൊടുക്കണമെങ്കിൽ അത് 0.67 FCK കൊടുക്കാം. സൈറ്റിൽ വരുമ്പോഴത്തേനും അത് ഡിസൈൻ സ്ട്രെങ്ത് 0.45 FCK കൊടുക്കാം. ഇത് നേരത്തെ ഞാൻ പറഞ്ഞത്, അതായത് FCK M30 കോൺക്രീറ്റിന് FCK ക്യൂബ് ആണെങ്കിൽ അത് 30 N/mm² ആയിരിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക? ഈ സ്റ്റീൽ ബിൽഡിംഗ് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ കംപ്രസീവ് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്ത് ഡിക്രീസ് സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ. അപ്പൊ ആ ഇൻഫ്ലുവൻസ് ഓഫ് സൈസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക? 0.67 FCK കൊടുക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് അപ്പൊ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ സ്ട്രെങ്ത് 0.67 FCK ഡിവൈഡഡ് ബൈ പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി. പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് കോൺക്രീറ്റ് എത്രയാണ്? 1.5 ആണ്. അപ്പൊ 0.67 FCK ബൈ 1.5, 0.45 FCK. ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ് 0.45 FCK. പക്ഷെ സ്റ്റീലിന്റെ കേസിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം? ആ ഈൽഡ് സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്താൽ മതി. അപ്പൊ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് FI. ഇനി പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ സ്റ്റീൽ എന്ന് പറയുന്നത് 1.15 ആയിരിക്കും. അപ്പൊ എന്തുവാ ആയിരിക്കും? 0.87 FI. വീണ്ടും വരുന്നുണ്ട്. അതായത് സ്റ്റീലിന്റെ വരുമ്പോൾ ഡിസൈൻ സ്ട്രെങ്ത് ഇസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ബൈ പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി FI ഡിവൈഡഡ് ബൈ 1.15, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.87 FY. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ എടുക്കുമ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിരുന്നു. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ കോൺക്രീറ്റ് എന്ന് പറയുന്നത് 3ഉം സ്റ്റീൽ എന്ന് പറയുന്നത് 1.78 ആയിരുന്നു. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡില് പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ കോൺക്രീറ്റ് 1.5ഉം സ്റ്റീലിന് 1.15ഉം ആണ്. ഇപ്പൊ മെറ്റീരിയൽ കോൺക്രീറ്റിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മെറ്റീരിയൽ RCCയിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മെറ്റീരിയൽ കോൺക്രീറ്റ് സ്റ്റീലാണ്. മെറ്റീരിയൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ കഴിഞ്ഞു. ദെൻ ഡിസൈൻ ലോഡ് ആണ്. ഇസ് എ ലോഡ് ഫോർ വിച്ച് സ്ട്രക്ചർ ഇസ് ഡിസൈൻ. ഒരു കാര്യം കൂടി ഉണ്ട്, സ്റ്റീൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലാബില് ബാർ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ FI എടുത്താൽ മതി. പക്ഷെ ഫാക്ടറിയിൽ നമ്മൾ ബാർസ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡിസൈൻ സ്ട്രെങ്ത് എടുക്കുക, 0.87 FI എടുക്കുക.
Then design load എടുക്കുന്നത്. Design load is equal to characteristic load into partial factor of safety. ഇതാണ് design load calculate ചെയ്യാനുള്ള equation. Design load is equal to characteristic load into partial factor of safety. ഇതിനാണ് മെയിൻ ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ. Then limit state of flexure വരുമ്പോൾ മെയിൻ ആയിട്ട് കുറച്ച് assumptions ഉണ്ട്. ആ assumptions പഠിക്കേണ്ടതാണ്. First one, plane section remain plane after plane section remain plane after bending. Maximum compression strain in concrete is limited to 0.0035. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. Maximum compression strain in concrete is limited to 0.0035. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ പൂജ്യങ്ങളാണ് വാല്യൂ 0.0035. Tensile strength of concrete is ignored, and maximum strain in tension steel at the time of failure should not be less than 0.002 plus 0.87 Fi by ES. ഈ രണ്ട് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ഫുൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ രണ്ട് വാല്യൂ നോക്കി വെച്ചിട്ട് മാക്സിമം കംപ്രഷൻ സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ 0.0035 ആണ്. ഇനി മാക്സിമം സ്ട്രെയിൻ ഇൻ ടെൻഷൻ സ്റ്റീൽ ടൈം, അതായത് ഫെയിലിയറിന്റെ സമയത്ത് ടെൻഷൻ സ്റ്റീൽ ഉണ്ടാവുന്ന മാക്സിമം സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈ വാല്യൂവിനേക്കാൾ കുറയാൻ പാടില്ല. അങ്ങനെയാണ് കേട്ടോ. Maximum strain in tension steel at the time of failure should not be less than 0.002 plus 0.87 Fi by ES. ഇനി ഇത് എങ്ങനെയാ വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫിഗർ വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പം ഇതാണ് നമ്മൾ ഡിസൈൻ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ കോൺക്രീറ്റ് എടുക്കുകയാണെങ്കിൽ സ്ട്രെയിൻ താഴെ എക്സ് ആക്സില്, സ്ട്രെസ് വൈ ആക്സില്. അപ്പൊ ആദ്യത്തെ ഫിഗർ എന്ന് പറയുന്നത് FCK വെച്ചിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് കർവ് ഓഫ് എ ക്യൂബ്. ഒരു ക്യൂബിന് വരുമ്പോൾ ഉള്ള FCK ആണ്. അപ്പൊ ബിൽഡിംഗിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? കംപ്രസീവ് സ്ട്രെങ്ത് ഡിക്രീസ്, ഹൈറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ എന്താ പറയാ കംപ്രസീവ് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? FCK ഒരു ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, 0.67 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, 0.6 FCK. അപ്പൊ വീണ്ടും ആ ക്യൂബ് വാല്യൂ താഴ്ന്നു അല്ലെ. അപ്പൊ 0.6 FCK കറസ്പോണ്ടിങ് ആയിട്ടാണ് താഴത്തെ വാല്യൂ. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ സേഫ്റ്റിക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? വീണ്ടും ഒരു പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ച് ഡിവൈഡ് ചെയ്യാണ്. 0.6 FCK ഡിവൈഡഡ് ബൈ 1.5 ചെയ്യുമ്പോൾ എന്താണ്? 0.45 FCK. അപ്പൊ അതാണ് 0.45 FCK. ഇപ്പൊ ഏത് വന്നാലും മാക്സിമം അൾട്ടിമേറ്റ് സ്ട്രെയിൻ എന്ന് പറയുന്നത് 0.0035 ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഡിസൈൻ കർവ് ഫോർ കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ദെൻ ഡിസൈൻ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ സ്റ്റീൽ വരുമ്പോൾ മൈൽഡ് സ്റ്റീൽ ബാറും ഉണ്ട്, അതുപോലെ തന്നെ HYSD ബാറും ഉണ്ട്. അപ്പൊ മൈൽഡ് സ്റ്റീൽ ബാർ എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ FI ആണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് കർവ്. അപ്പൊ FIന് പകരം നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റിൽ നമ്മൾ എന്താണ് ഡിസൈൻ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടി പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ FI ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്യുമ്പോൾ 0.87 FI. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താ പറയാ സ്ട്രെയിൻ എന്താണ്? 0.87 ബൈ ES ചെയ്യാം. 0.002 കൂടാൻ പാടില്ല. പക്ഷെ HYSD വരുമ്പോൾ നോക്കുക, FI തൊട്ട് ആ ഒരു വരയുണ്ടല്ലോ, കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഈ വരെ ഏകദേശം സെയിം ആയിട്ട്, അതായത് 0.002 അനുസരിച്ച് സെയിം ആണ്. ബാക്കി വന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ വന്നേക്കാണ് 0.87 FI ബൈ ES എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ വരുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് 0.002 പ്ലസ് 0.87 FI ബൈ ES. അപ്പം ഒരു ഇതിൽ പറയാണ് മാക്സിമം സ്ട്രെയിൻ ഓഫ് കോൺക്രീറ്റ് 0.0035 മാക്സിമം സ്ട്രെയിൻ ഇൻ സ്റ്റീൽ എന്ന് പറയുന്നത് 0.002 പ്ലസ് 0.87 FI ബൈ ES. അതായത് ഈ വാല്യൂവിനേക്കാൾ ഒരിക്കലും സ്ട്രെയിൻ ഫെയിലിയറിന്റെ സമയത്ത് കുറയാൻ പാടില്ല. ഇത്രയാണ് ഡിസൈൻ സ്ട്രെസ് ലിമിറ്റ് സ്റ്റേറ്റ്. ഇപ്പൊ ഇത് മെയിനായിട്ട് ചോദിച്ചു കണ്ടേക്കുന്ന ഈ ക്വസ്റ്റൻ ആണ് മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റും മാക്സിമം സ്ട്രെയിൻ ഇൻ ടെൻഷൻ സ്റ്റീൽ അറ്റ് ദ ടൈം ഓഫ് ഫെയിലിയറും ആണ് ചോദിച്ചു കണ്ടേക്കുന്നത്. ഇനി വരുന്നത് ഇതിനനുസരിച്ച് നമുക്കൊരു അവിടുത്തെ XU ലിമിറ്റ് അല്ലെങ്കിൽ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്ന സംഭവം നോക്കാം. അപ്പൊ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്? സ്ട്രെയിനിന്റെ വാല്യൂ കണ്ടീഷൻ ആണ്. ഇപ്പൊ NA എന്ന ആ ഗ്രീൻ ലൈൻ ആണ് നമ്മൾ ഇപ്പൊ D ഡെപ്ത് ഉള്ള ഒരു ബീം കൺസിഡർ ചെയ്യാം. അതിൽ ഗ്രീൻ ലൈൻ വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയാം. മേളിൽ നിന്ന് ടോപ്പ് ഫൈബറിൽ നിന്ന് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്തിനെയാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് പല വാല്യൂസ് ഉണ്ട്. ന്യൂട്രൽ ആക്സിസ് ലിമിറ്റ്, അതായത് XU ആണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് ഡെപ്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ XU ഉണ്ട്, XU ലിമിറ്റും ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അറിയാൻ വേണ്ടി ഇത് കുറച്ചും കൂടെ മനസ്സിലാവുന്നത് നമ്മൾ ആ ബാലൻസ് സെക്ഷൻ എല്ലാം എടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ അല്ല അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും കുറച്ചും കൂടെ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ആ ഡെപ്ത് എടുക്കുമ്പോൾ D ഡെപ്തിലുള്ള ഒരു ബീം എടുക്കുകയാണ്. നമുക്ക് മാക്സിമം വാല്യൂസ് അറിയാം അല്ലെ. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 0.0035 കോൺക്രീറ്റ് കൂടാൻ പാടില്ല ഫെയിലിയറിന്റെ സമയത്ത്
സുറം എന്താ പറയാ +0.87 yes. സ്ട്രെയിനുകൾ കോൺഗ്രസിന്റെ വാല്യൂ ഇമെയിലും സ്റ്റീലിന്റെ വാല്യൂ താഴും. ആ ഡി സി എന്ന് പറഞ്ഞ വാല്യൂ എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? അതായത് ഈ ലൈൻ അതായത് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം മിസ്സേ. സോറി കേട്ടോ, കണക്ഷൻ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. വീണ്ടും സ്റ്റാർട്ട് ചെയ്യാവേ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കാണാൻ പറ്റുന്നുണ്ടോ? നോട്ട്സ് വന്നില്ല മിസ്സേ, കുഞ്ഞാവയുടെ പടം ഉള്ളൂ. ഹലോ, ഇപ്പൊ എന്തോ? ഒരു മിനിറ്റ് കേട്ടോ, ഇപ്പായിട്ടുണ്ട്. കാണാൻ പറ്റുമോന്ന് പറയണം കേട്ടോ. ഓക്കെ. സോ ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ മിസ്.